ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ KW ഓപ്പറേറ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. സോ അതിൻ്റെ ബേസിൽ നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം സെറ്റ് നമ്പർ 5 ആണ്. 4 വരെ കാണാത്തവരൊക്കെയാണ്. നമ്മൾ കറക്റ്റ് നമ്മുടെ ഇലക്ട്രിക്കലിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി നമ്മുടെ അക്കാഡമിയിൽ ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഉണ്ട്. ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ബാച്ച് നമ്മൾ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇതിൽ ജോയിൻ ആവാം. ഇപ്പോൾ നമ്മുടെ അക്കാഡമിയിൽ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം. 4th നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത 150 ഡേയുടെ ബാച്ച് ഫോർ ബിവോക്കോ അസിസ്റ്റൻറ്റ് എക്സാം ദൗത്യം ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് എടുക്കുന്നത്. അതുപോലെ ആരംഭം 120 ഡേയുടെ ഫൗണ്ടേഷൻ ബാച്ച് ഫോർ 10th ലെവൽ എക്സാം ബിഗിനേഴ്സ് ബാച്ചാണ്. 3rd നവംബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. അതുപോലെ തന്നെ 20th ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത 12th ലെവൽ എക്സാമിൻ്റെ ബാച്ചും 21st ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത LDCയുടെ ബാച്ചസും റണ്ണിംഗ് ആണ്. LD ടൈപ്പിസ്റ്റ് എക്സാം, റിസർച്ച് ഓഫീസർ എക്സാംസും റണ്ണിംഗ് ആണ്. അതുപോലെ തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് 27th ഒക്ടോബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്, അത് റണ്ണിംഗ് ആണ്. ഇപ്പോൾ നമുക്ക് ഒരു ഓഫറുണ്ട്. കേരള PSC കോമ്പാക്റ്റ് ആണ്, LDC സ്പെഷ്യലാണ്. November 14th 12 PM എക്സാം ഉണ്ട്. ഇതിൽ 20 ലക്കി പാർട്ടിസിപ്പൻസ് ക്യാൻ വിൻ അമേസിംഗ് പ്രൈസസും കൊടുക്കുന്നുണ്ട്. ഓൾ ഫ്രൈഡേ നമുക്ക് കറണ്ട് അഫയേഴ്സിന് ടെസ്റ്റ് ഉണ്ട്. 8 to 8:30 PM വരെയാണ്. ഓക്കെ, പ്ലസ്സിലാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും. മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യുകയാണെങ്കിൽ ഓരോ മാസത്തെ മന്ത്ലി ഫീസിൽ നിന്നും നിങ്ങൾക്കൊരു 10% ഓഫുണ്ട്. മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യണമെങ്കിൽ. ഓക്കെ, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ അത് ഷെയർ ചെയ്യൂ. അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ എല്ലാവരും ലൈവ് ക്ലാസ്സിലും വരിക. വളരെ യൂസ്ഫുൾ സെക്ഷനാണ്. വളരെ ടോപ്പിക് വൈസ് MCQs, അതുപോലെ തന്നെ ഡെയിലി ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ മാക്സിമം എല്ലാവരും തന്നെ ലൈവ് വരിക. ഓക്കെ, നമ്മുടെ ഇന്നത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ബേസിക് ഇലക്ട്രിസിറ്റി, ഇലക്ട്രോസ്റ്റാറ്റിക്സും ഇലക്ട്രോമാഗ്നറ്റിസം നോക്കി. ഇനി അടുത്ത് വരുന്ന AC ഫണ്ടമെൻ്റൽസും 3-phase സർക്യൂട്ടാണ്. പിന്നെ 2 സെക്ഷൻസായിട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റിയാക്റ്റീവ് പവർ ഡ്രോൺ ബൈ എ 3-phase സിസ്റ്റം ഈസ് ഗിവൺ ബൈ. റിയാക്റ്റീവ് പവർ ഡ്രോൺ ബൈ എ 3-phase സിസ്റ്റം ഈസ് ഗിവൺ ബൈ എന്തായിരിക്കും? റിയാക്റ്റീവ് പവർ Q = √3 VL/IL സൈൻ തീറ്റയാണ്. ഓക്കെ, റിയാക്റ്റീവ് പവറാണ്, ദാറ്റ് ഇസ് √3 VL/IL സൈൻ ഫൈ. ഓക്കെ, ഇപ്പോൾ നമ്മൾ പവർ ട്രയാങ്കിൾ നോക്കൂ. ഒരു അപ്പാരൻ്റ് പവർ, റിയാക്റ്റീവ് പവർ, റിയൽ പവർ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. P എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് പവർ അല്ലെങ്കിൽ റിയൽ പവർ നമുക്ക് കൊടുക്കാം. അത് കാണാനുള്ള ഫോർമുല VRMS IRMS cos ഫൈ. അതുപോലെ തന്നെ നമ്മുടെ Q എന്ന് പറഞ്ഞാൽ റിയാക്റ്റീവ് പവർ ഇൻ VAR ആണ്, VRMS IRMS സൈൻ ഫൈ. അപ്പാരൻ്റ് പവർ ഇൻ വോൾട്ട് ആംപിയർ എന്ന് പറയുന്നത് VRMS × IRMS ആണ്. ദാറ്റ് ഇസ് S എന്ന് പറയുന്നത് എന്തായിരിക്കും? S = P + jQ ആയിരുന്നു. S = √P² + Q². ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്ത് നോക്കുക. അന്നേരം നമുക്ക് ആൻസർ എത്ര കിട്ടും? നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ എത്രയും ഫൈ ഈസ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ വോൾട്ടേജ് ആൻഡ് കറണ്ട്. പവർ ഫാക്ടർ cos ഫൈ = P/S ആണ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇനി 3-phase സിസ്റ്റം, ദ ഓർഡർ ഇൻ വിച്ച് ദ വോൾട്ടേജ് അറ്റൈൻ ദെയർ മാക്സിമം പോസിറ്റീവ് വാല്യൂ ഈസ് കോൾഡ്. 3-phase സിസ്റ്റത്തിൽ ദ ഓർഡർ ഇൻ വിച്ച് വോൾട്ടേജ്, നമ്മുടെ വോൾട്ടേജ് അറ്റൈൻ മാക്സിമം പോസിറ്റീവ് വാല്യൂ വോൾട്ടേജ് അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് പറയും? ഇറ്റ് ഇസ് ഫേസ് സീക്വൻസ് ആണ്. ഓപ്ഷൻ C ഫേസ് സീക്വൻസ് ആണ്. ഓക്കെ, the order in which the 3-phase voltage attain their positive peak values is known as a phase sequence എന്ന് പറയും. ഓക്കെ, നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ വായിച്ച് എഴുതിയെടുക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ കറണ്ട് ഇൻ എ സർക്യൂട്ട് ഫോളോസ് ദ റിലേഷൻ I = 200 sin ωt. ഫ്രീക്വൻസി 50 Hz ആണ്. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ഫോർ ദി കറണ്ട് ടു റൈസ് ടു 100 ആംപിയർ? ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. കറണ്ട് ഇൻ സർക്യൂട്ട് തന്നിട്ടുള്ള റിലേഷൻ I = 200 sin ωt ആണ്. ഫ്രീക്വൻസി എന്ന 50 Hz ലോങ് ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ കറണ്ട് ഈസ് ടു ബി ടേക്കൺ ടു റൈസ് 100 ആംപിയർ? നമുക്ക് ആദ്യം നമ്മുടെ കറണ്ടിൻ്റെ ഇക്വേഷൻ I = Im sin ωt ആണ് നമ്മുടെ ഇക്വേഷൻ വരുന്നത്. വേറെ Im എന്ന് പറയുന്നത് മാക്സിമം കറണ്ടാണ് വരുന്നത്. Im എന്ന് പറയുന്നതാണ് മാക്സിമം കറണ്ട്. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസി 2πf, F ഫ്രീക്വൻസി. ക്വസ്റ്റനിൽ I എന്നിട്ടുകൊണ്ട് എത്രയാണ്? 100 ആംപിയർ, ഫ്രീക്വൻസി 50 Hz. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഓഫ് കറണ്ട് I = Im sin ωt അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 200 = 200 sin 2 × π, ഒമേഗയ്ക്ക് 2πf വെച്ച് കൊടുക്കാം, × 50. സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1.66 മില്ലി സെക്കൻഡ്സ് കിട്ടും. ഓക്കെ, അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ആവറേജ് വാല്യൂ ഓഫ് ദി പോസിറ്റീവ് ഹാഫ് ഓഫ് ദി സൈൻ വേവ് കറണ്ട് ഹാവിങ് പീക്ക് വാല്യൂ Im. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. ആവറേജ് വാല്യൂ ഓഫ് ദി പോസിറ്റീവ് ഹാഫ് ഓഫ് ദി സൈൻ വേവ് കറണ്ട് ഹാവിങ് പീക്ക് വാല്യൂ = ക്വസ്റ്റ്യൻ എങ്ങനെ വരും? ഇറ്റ് ഇസ് I ആവറേജ് എന്ന് പറഞ്ഞാൽ 1/π 0 to π Im sin ωt ആണ്. ഡെറിവേഷൻ എന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഇത് ഫോർമുല മാത്രം അടിച്ചിരുന്നാൽ മതി. 2Im/π.
ഓക്കെ, എങ്ങനെ കിട്ടുവാണെങ്കിൽ നോക്കുകയാണെങ്കിൽ തന്നിട്ടുണ്ട് 2Im/π. ഇനി പാരലൽ എ സി സർക്യൂട്ട്. ഓക്കെ, അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ. പാരലൽ എ സി സർക്യൂട്ട്, വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് കറണ്ട് അറ്റ് റെസണൻസ്? വാട്ട് വിൽ ബി ദ വാല്യൂ ഓഫ് കറണ്ട് അറ്റ് റെസണൻസ്? പാരലൽ എൽ സി സർക്യൂട്ടിൽ 0 ആണ്, ഇൻഫിനിറ്റി അല്ല, 0. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ. ദ റേഷ്യോ ഓഫ് RMS വാല്യൂ ടു ആവറേജ് വാല്യൂ ഓഫ് ആൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഈസ് കോൾഡ്. ഇതും ചോദിക്കാറുണ്ട്. ഫോം ഫാക്ടർ. RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ ആണ് ഫോം ഫാക്ടർ. പീക്ക് ഫാക്ടർ എന്ന് വെച്ചാൽ പീക്ക് ആംപ്ലിറ്റ്യൂഡ് ബൈ RMS വാല്യൂ. ഓക്കെ, ഫോർ സ്ക്വയർ വേവ് ഫോം ഫോം ഫാക്ടറും പീക്ക് ഫാക്ടറും സെയിം ആണ്, വാല്യൂ 1 ആണ് സ്ക്വയർ വേവ് ഫോമിൽ. ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് വേവ് ഫോംസ്, സൈനസോയ്ഡൽ വേവ് ഫോമിൻ്റെ സ്ക്വയർ ഫാക്ടറിന് ഫോം ഫാക്ടറിൻ്റെ വാല്യൂ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്സിമം വാല്യൂ, ആവറേജ് വാല്യൂ, RMS വാല്യൂ, റെസ്റ്റ് ഫാക്ടർ. ഓക്കെ, ഇതിന് ഓരോന്നിനും ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. സ്ക്വയർ വേവിനാണെങ്കിൽ മാക്സിമം വാല്യൂ നോക്കൂ AM, ആവറേജ് വാല്യൂ AM, അതുപോലെ തന്നെ RMS വാല്യൂ AM തന്നെയാണ്. ഫോം ഫാക്ടർ ആണെങ്കിൽ RMS എന്താണ് നമ്മുടെ ഫോമുല, നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. ഫോം ഫാക്ടർ കാണാനുള്ള ഫോമുല എന്ന് പറയുന്നത് RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ ആണ്. ദാറ്റ് ഈസ് നമ്മൾ ഫോം ഫാക്ടർ കണ്ടുപിടിക്കുക. ഫസ്റ്റ് നമുക്ക് 1.11 കിട്ടും, സ്ക്വയർ വേവിൽ 1 കിട്ടും, റെക്റ്റാങ്കുലർ വേവിൽ 2/√3 കിട്ടി. ഓക്കെ, ഇതുപോലെ തന്നെയാണ് ക്രസ്റ്റ് ഫാക്ടറും സെയിം തന്നെയാണ്, അതും നോക്കി പഠിക്കാം. ഹാഫ് വേവ് റെക്ടിഫൈഡ്, നമ്മുടെ ഹാഫ് വേവ് റെക്ടിഫൈഡ് വേവ് ഫോമിനാണ് തന്നിട്ടുണ്ട്. ഓരോന്നും നോക്കാം. ഓക്കെ, ഈ ടേബിൾസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് എടുത്ത് പഠിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ വോൾട്ടേജ് ഫേസർ ഓഫ് എ സർക്യൂട്ട് ഈസ് 10∠15°. കറണ്ട് ഫേസ് എന്നിട്ടുണ്ട് 2∠−15°. ആക്റ്റീവും റിയാക്റ്റീവ് പവറും കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വോൾട്ടേജ് അറിയാം 10∠15° ആണ്. കറണ്ട് എത്രയെന്നാണ് 2 ആണ്. ഫേസ് ഡിഫറൻസ് ആദ്യം 5 കണ്ടുപിടിക്കും. ഫേസ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 15 ഉണ്ട്, 15 -15 ദാറ്റ് ഈസ് എത്ര കിട്ടും? 30 കിട്ടും. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം ആക്റ്റീവ് പവർ കണ്ടുപിടിക്കും. ആക്റ്റീവ് പവർ കണ്ടുപിടിക്കുന്ന ഫോമുലയാണ് VI cos phi. V തന്നിട്ടുണ്ട് ക്വസ്റ്റനിൽ എത്രയാണ്? 10 ഇൻറ്റു കറണ്ട് അറിയാം 2 ഇൻറ്റു cos 5 എത്രയാണ്? 15 -30 കിട്ടും. ഓക്കെ, cos 30 കണ്ടുപിടിക്കാമല്ലോ. അതുപോലെ റിയാക്റ്റീവ് പവറും VI sin, ഫോമുലാസ് ഒക്കെ നോക്കുക. VI sin 5 ആണ്, അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 10 VR കിട്ടും. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. In a three-phase system, the current passing through any two lines of supply is called. Three-phase system, current passing through any two lines of supply is called line voltage, phase current, phase voltage, line current. It is option A ആണ് line current. Okay. ഇപ്പോൾ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് പഠിക്കാനുണ്ട്. സ്റ്റാർ കണക്റ്റഡ് 3-phase സിസ്റ്റം ഉണ്ട്, ഡെൽറ്റ കണക്റ്റഡ് ഉണ്ട്. അപ്പോൾ ഓരോന്ന് നോക്കുക. സ്റ്റാർ കണക്റ്റഡിലാണെങ്കിൽ ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ √3 ഫേസ് വോൾട്ടേജ്. IL = I phase ആണ്. I phase = V/√3 Z. ഡെൽറ്റയിലാണെങ്കിൽ VL = V phase, IL = √3 I phase, I phase = VL/R അല്ലെങ്കിൽ Z. ഓക്കെ, അപ്പോൾ അതും കൂടെ നോക്കി പഠിക്കാം. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ സിസ്റ്റം ഈസ് കണക്റ്റഡ് ഇൻ ഡെൽറ്റ കണക്ഷൻ ആണെങ്കിൽ ഹൗ ക്യാൻ ബി ടോട്ടൽ പവർ ഒബ്റ്റെയിൻഡ് എക്സ്പ്രസ്ഡ് ഇൻ? ഡെൽറ്റ കണക്ഷൻ ആണെങ്കിൽ ടോട്ടൽ പവർ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റ് 3 Vp/Ip cos phi. 3 Vp/Ip cos phi ആണ് വരുന്നത്. ഇത് നോക്കി പഠിക്കുക. 3-phase സിസ്റ്റത്തിൽ ലൈൻ വോൾട്ടേജ്, ലൈൻ കറണ്ട് ഉണ്ട്. സ്റ്റാർ കണക്ഷൻ ആണെങ്കിൽ ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ √3 ഫേസ് വോൾട്ടേജ് ആണ്. IL = I phase ആണ്. ടോട്ടൽ പവർ √3 VL IL cos phi. 3 V phase I phase cos phi കിട്ടും. ഡെൽറ്റയിലാണെങ്കിൽ VL = V phase, IL എന്ന് പറഞ്ഞാൽ √3 ടൈംസ് I phase ആണ്. ഇതെല്ലാം പഠിക്കണം. ഈ ഫോമുലാസ് ആയിട്ട് ഇതിനെ ചോദിക്കാറുണ്ട്. ഇത് നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് RLC സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് R = 4 ohm, ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് 6 ohm ആൻഡ് കപ്പാസിറ്റി റിയാക്റ്റൻസ് 3 ohm ഈസ് കണക്റ്റഡ് അക്രോസ് 220 volt 50 Hz സിംഗിൾ ഫേസ് AC സപ്ലൈ. പവർ ഫാക്ടർ കണ്ടുപിടിക്കാം. പവർ ഫാക്ടർ നമ്മൾ cos phi ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഇക്വേഷൻ R/Z ആണ്. RLC ആണ് നമ്മുടെ ഫോമുല പഠിക്കുക. Z ഇമ്പഡൻസ് കാണാം. Z = √R² + XL - XC the whole square. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 5 ohm കിട്ടി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ cos phi എന്ന് പറഞ്ഞാൽ R/Z ആണ്. R എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്? 4/5. ഓക്കെ, 0.8 മൈനസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 0.8 ലാഗിങ് ആണ്. ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഈസ് ജസ്റ്റ് ഗ്രേറ്റർ ദാൻ ദി കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ്. നിങ്ങൾ അതുപോലെ 2 പ്രാവശ്യം കേൾക്കുക. കുറച്ച് സിമ്പിൾ പ്രോബ്ലംസ് ഇപ്പോൾ ഈ ഏരിയ ചിലപ്പം വരും. ഓക്കെ, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.